ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്രവട അല്ലെങ്കിൽ ചക്രം പോലത്തെ കണ്ടോ, ചക്ര കൊണ്ടാട്ടം അങ്ങനെ പറയും. അതുപോലെ തന്നെ പപ്പടവടയുടെ ചെറിയ സൈസ് കേട്ടോ, കൊണ്ടാട്ടം പോലത്തെ. ഇത് ഏട്ടൻ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. ഉണ്ണിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, മോന് വളരെ ഇഷ്ടമുള്ള സാധനമാണിത്. പക്ഷെ ഇതിങ്ങനെ വീട്ടിലങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. എന്തോ ഏട്ടൻ കടയിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് ഈ സാധനം. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഇതിൽ മറ്റേ ചക്രം പോലെയുള്ള സാധനമില്ലേ, ചക്രവട, അത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ വേറെ ഒരെണ്ണമുണ്ട് ഓറഞ്ച് കളറുള്ളത്, പപ്പടവട. അതിൻ്റെ ചെറിയ ടൈപ്പാണ് കേട്ടോ. പപ്പടവട വലുത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്, സ്നാക്സൊക്കെ കഴിക്കണ പോലെ. അതിൻ്റെ ചെറിയ ടൈപ്പാണിത്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളാദ്യം ഗ്യാസൊക്കെ ഓൺ ചെയ്ത് എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ കത്തിച്ച് എണ്ണ ചൂടാവാനൊക്കെ വെച്ചതിന് ശേഷം നമുക്കത് ഇട്ട് നോക്കാം കേട്ടോ. ഇവിടെ പപ്പടം വീട്ടിൽ വാങ്ങാറുണ്ടെങ്കിലും ഉണ്ണിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനധികം അതിനെ കൊടുക്കാറില്ല കേട്ടോ. കാരണം പുണ്ണ് വരും. ഇപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ യൂസ് ചെയ്യുമ്പോൾ വായിൽ പുണ്ണ് വരും. അവനതൊക്കെ കഴിച്ചാൽ വേഗം വായിൽ പുണ്ണ് വരും. പക്ഷെ എന്നെ കാണാണ്ടൊക്കെ അവൻ കഴിക്കാറുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും ഒരെണ്ണമൊക്കെ കൊടുത്താലും ഞാൻ കാണാണ്ട് അവൻ കട്ടെടുത്ത് തിന്നാറൊക്കെ ഉണ്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ചട്ടിയിൽ ഇങ്ങനെ ഇട്ടുമ്പോഴേക്കും അതിങ്ങനെ ചെറുതെന്ന് ഇങ്ങനെ വലുതായി വരുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്കിയേ, എത്ര പെട്ടെന്ന് അത് വലുതായി നോക്കും. അത് ഞാനിതിങ്ങനെ വറക്കുമ്പോൾ അവ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ പറയണ പോലെ ഹായ് വെൽക്കം ടു യൂട്യൂബ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ സൗണ്ടും പിന്നെ മോളുടെ സൗണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വിചാരിച്ച്. നോക്കി അത് വലുതാവണ കാണാൻ. ഇത് പെട്ടെന്ന് കളറ് ചേഞ്ച് ആവുന്നുണ്ടല്ലേ. ഓറഞ്ച് കളറിൽ നിന്ന് പെട്ടെന്ന് അതൊരു വെള്ള കളറ്, ഒരു മഞ്ഞ കളറിലേക്ക് മാറി. കുറച്ച് എണ്ണയായിട്ട് എടുത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഒരുപാട് എണ്ണ എടുത്തത് വറുത്തുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിയുമ്പോൾ ഈ എണ്ണ വെറുതെ ആവും. പിന്നെ ഞാൻ ഇത്തരം സാധനങ്ങൾ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടാട്ടം വറുക്കുക, അല്ലെങ്കിൽ പിന്നെ നോർമലായിട്ടുള്ള സാധാ പപ്പടമൊക്കെ തന്നെയാണ് വറുക്കുക ഈ എണ്ണയിൽ. പക്ഷെ ഞാൻ കുറച്ച് എണ്ണയിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം വെറുതെ എണ്ണ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ ഈ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ വെറുതെ ഇങ്ങനെ എണ്ണ കൊടുത്തിട്ട് പിന്നെ അത് ഒരു തവണ വറുത്തുണ്ടാക്കിയിട്ട് പിന്നെ അത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചന്തല്ലേ കാണാൻ. ചക്രവട ഇതാണ് കേട്ടോ, ചക്രവട. ഇത് ചോറിൻ്റെ കൂടെയല്ല, കൂടുതൽ സ്നാക്സായിട്ട് ചായക്കൊപ്പമൊക്കെ കഴിക്കാം. ഇതിപ്പോൾ ഞാൻ വറുത്തത് ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവനിത് വേണം നല്ല നിർബന്ധം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു.